ഈ അപേക്ഷ പരിശുദ്ധ മാതാവിന്റെ ഹൃദയ സന്ദേശത്തെ ചേർത്ത് സമർപ്പിക്കുന്നത് ഭാഷണക്കാട്ടിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയമപാലകരെ സമർപ്പിക്കുന്നു. കോർട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ അഭിഭാഷകരെയും പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു. പണത്തിനും പ്രതാപത്തിനും വേണ്ടി അനീതിയും അധർമ്മവും കൈമുതലായി ദരിദ്ര മക്കൾക്കെതിരായി ചതിയും വഞ്ചനയും ആയുധമായി വാദിക്കുകയും കേസുകൾ കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സർക്കാർ ജോലിക്കാരെയും അഭിഭാഷകരെയും പാപബോധവും മാനസാന്തരവും ഉണ്ടായി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈ മകളെ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പാപബോധവും മാനസാന്തരവും ഉണ്ടായി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സത്യത്തിനും നീതിക്കുമായി വാദിച്ച് ലോകം മുഴുവൻ സത്യവും നേരായ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഇടയാക്കുന്നതിനും എനിക്കെതിരെ അന്യായമായി വാദിക്കുന്ന വ്യക്തികളെയും പരിശുദ്ധാത്മ ശക്തിയാൽ പശ്ചാത്താപത്തിന്റെ ആഴമായ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിനും ദൈവഹിതം മാത്രം നടക്കുവാനും അവയുടെ ഹൃദയ മധ്യസ്ഥതയിൽ ത്രിലോകദൈവത്തിന് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന എല്ലാ വിഷമതകളും എന്റെ വീടിനെ പണി തീരാതെ കിടക്കുന്നതും എനിക്ക് മാറ്റി തരണമേ. എന്റെയും എന്റെ കുടുംബത്തിന്റെ മേലും കരുണ തോന്നണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്റെ കുടുംബത്തെ മാറ്റി ഞങ്ങളെ രക്ഷിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത എന്റെ അമ്മയെ എന്റെ അപേക്ഷ കേൾക്കണം. എന്റെ മക്കൾ നല്ലതുപോലെ പഠിക്കുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും നല്ല മക്കളായി വളരുന്നതിനും മരിത്തവൻ അമ്മ വഴിയായി ഈശോയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകൾ മാറുന്നതിനുള്ള വഴി തരുന്നതിനും അമ്മയോട് വേണ്ടപേക്ഷിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മധ്യസ്ഥന്റെ അമ്മയെ അമ്മയുടെ ഹൃദയവും വഴി സമർപ്പിക്കുന്ന ഈ യാചനകൾ മാറ്റി മാറ്റണമേ. എന്റെ മകൾ സ്മിതയും കർത്താവിന്റെ അമ്മയുമായുള്ള എതിർപ്പ് കാരണം അവരുടെ വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ്. ഇവരുടെ എതിർപ്പുകളും കലഹങ്ങളും മാറി പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാനും അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളും കുഞ്ഞുങ്ങളുടെ അസുഖവും പൂർണ്ണമായി മാറി കിട്ടുന്നതിനും അമ്മയുടെ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ ദൈവങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിസ്ഥാനിലെ അമ്മയെ വളരെയധികം വേദനയോടെയാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. ഇത് അമ്മ കൈക്കൊണ്ട് ഉപകാരപ്രദമാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, എന്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളും കൊച്ചുമോൻ എന്ന അനുജനും ബിന്ദു എന്ന നാത്തൂരും ഈ മകളുടെ ഭർത്താവും എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും എന്റെ 2 പെൺമക്കളെയും കഠിനമായി വാക്കുകൾ കൊണ്ടും വേദനിപ്പിക്കുകയും ഞങ്ങളുടെ 2 പെൺമക്കളെയും ശപിക്കുകയും രാകുകയും ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെയാണ്. യേശുവിന്റെ അമ്മ മാതാവി, ഈ മക്കൾ പറയുന്നതൊന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളോടുള്ള ശത്രുത മനോഭാവം അവരിൽ നിന്നും പൂർണ്ണമായി എടുത്തു മാറ്റി സൗഹൃദത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവിനെ അവർക്ക് ഈ നിമിഷം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് എന്നെ കൂട്ടിയോജിപ്പിച്ച ഭവനം മാതാപിതാക്കളാണ് ഞങ്ങൾക്ക് തന്നത്. കഴിയുന്നതുപോലെ വെറുപ്പും പിണക്കങ്ങളും മാറ്റി ആത്മാർത്ഥമായി പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ ആ കുടുംബാംഗങ്ങൾക്ക്
മാനസാന്തരം കൊടുക്കണമേ. എന്റെ അമ്മാവിയമ്മയെ നാഥുനി ഒരിക്കൽ കൂടി അമ്മയുടെ വിമല ഹൃദയമാദിസ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അവർ പശ്ചാത്തപിച്ചും ഈശോയെ വിളിക്കുവാൻ ഇടവരുത്തണമേ. ഇവർ ഞങ്ങളെ കൂടാതെ മറ്റുള്ളവരെയും ആരെയും തന്നെ ശപിക്കരുത്. രാകുവാനോ വേദനിപ്പിക്കുവാനോ അമ്മ അനുവദിക്കരുത്. ഒരു തിരിച്ചു വരവ് ഈ മക്കൾ കൊടുക്കണമേ. എന്റെ കുടുംബാംഗങ്ങളെയും കാത്തു രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പരിചിത അമ്മ പുത്രനൊപ്പരാനോട് എപ്പോഴും മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്റെ ഭവനത്ത് കുറെ നാളുകളായി സമാധാനവുമില്ല. എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുവാൻ മാതാവിനോട് അപേക്ഷിക്കുകയാണ്. എന്റെ മകനൊരു വിവാഹം ശരിയായി കിട്ടുവാൻ വേണ്ടി എല്ലാ മക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ കുറെ നാളുകളായി പനിയും ചുമയുമായിരുന്നു. എല്ലാ അസുഖങ്ങളും മാറി കിട്ടുവാൻ വേണ്ടി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രേവതി മലക്കാവ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിയസനിലെ IMS അമ്മ. എന്റെ +2 പരീക്ഷ കഴിഞ്ഞു. എനിക്ക് പരീക്ഷയ്ക്ക് 2 വിഷയം പാടായിരുന്നു. ഈ വിഷയവും ബാക്കിയുള്ള എല്ലാ വിഷയവും അമ്മയുടെ കാരുണ്യത്താൽ നല്ല മാർക്കോടുകൂടി എന്നെയും എന്റെ കൂടെ പരീക്ഷ എഴുതിയ എല്ലാ മക്കൾക്കും വിജയം നൽകിയ അമ്മ ഹരിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന IMS അമ്മയുടെ കൂട്ടായ്മയോട് കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഈ കത്ത് അമ്മ ഉപകാരസ്മരണയ്ക്കാക്കി മാറ്റാൻ പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പശ്ചിമംഗലത്ത് പള്ളിക്കാവ് അമ്മേ, എന്റെ +2 പരീക്ഷ കഴിഞ്ഞു. എനിക്ക് പരീക്ഷയിൽ ഒരു പ്രതീക്ഷയുമില്ല. എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്കും എന്റെ കൂട്ടുകാരും ഞാനും എന്റെ കൂട്ടുകാരും ജയിക്കണം എന്നാണ് അമ്മയോട് അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥന IMS കൂട്ടായ്മയോട് കൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ അപേക്ഷകത്ത് ഒരുപാട് തന്നെ കാട്ടി മനസ്സിലാക്കുന്നു. ഇനി കരുനാഗപ്പള്ളി അമ്മേ മാതാവേ, എന്റെ ഈ അപേക്ഷകത്ത് മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് അമ്മ ഉപകാരസ്മരണയ്ക്കാക്കി തീർക്കണമേ. പരിശുദ്ധ മാതാവേ, എന്റെ അയലത്തുള്ള പൊന്നമ്മ എന്ന സ്ത്രീ ഞങ്ങളുടെ നേരെ വഴക്കിന് വരികയും കിഴക്ക് പുറത്തോട്ട് ഇറങ്ങാനോ വെള്ളം കോരാനും തുണി കഴുകാനും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അയലത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്തി നാണം കെടുത്തുകയാണ്. ഇവർക്ക് കൂട്ടുനിൽക്കാൻ എന്റെ ജീവിത പങ്കാളി ശോഭന എന്ന സ്ത്രീ കൂടെയുണ്ട്. ഇവരുടെ ബലത്തിലാണ് ഇവർ വഴക്കിന് വരുന്നത്. ഇവർ ചീത്ത സ്വഭാവമുള്ള സ്ത്രീയാണ്. ഇവരുടെ വീട്ടിൽ വരുന്നവരെ ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാണ് കൂടുതലായി വഴക്കിന് വരുന്നത്. ഈ അവസ്ഥകളിൽ എല്ലാം മാതാവിന്റെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. കാണുന്നവരോടെല്ലാം ഞങ്ങൾ യേശുവിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും കയ്യിലാക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവരാരും ഒരു പ്രശ്നത്തിലും ഞങ്ങളെ സഹായിക്കാൻ വരികയില്ല. ഈ സ്ത്രീ വർഷങ്ങളായി ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ വിവാഹം കഴിച്ച് വിട്ടതായിരുന്നു. അയാളെ ഓടിച്ചു കളഞ്ഞ് ബന്ധം വേർപെട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവരെന്ത് കാണിച്ചാലും ഇവർക്ക് സൈഡ് നിൽക്കാൻ ഒരുപാട് പേർ ഇവരുടെ കൂടെയുണ്ട്. അമ്മേ മാതാവേ, ഈ സ്ത്രീയെയും ഇവരുടെ കൂട്ടുകക്ഷികളെയും മാതാവിന്റെ വിമല ഹൃദയത്തിൽ വീണ്ടും സമർപ്പിക്കുന്നു. ഈ മേലിലും ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇവരെ അനുവദിക്കരുത്. എത്രയും വേഗം ഇവരിൽ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.
രാധാമണി പള്ളിക്കൽ. ഈ അഭിഷേകം അമ്മയുടെ വിവിധ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇത് അമ്മ ഉപകാരസ്മരണയ്ക്കാക്കി തീർക്കണമേ. എന്റെ ഭർത്താവിന്റെ കാലിന്റെ വേദനയും ശരീരത്തിൽ ഉള്ള മറ്റ് അസ്വസ്ഥതകളും മാറ്റി തരുന്നതിനും എന്റെ മകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി തരുന്നതിനും കടഭാരത്താൽ വിഷമിക്കുന്ന കുടുംബത്തെ രക്ഷിക്കണമേ എന്നും അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എനിക്ക് ഏപ്രിൽ 6-നും 21-നും എൻട്രൻസ് പരീക്ഷയാണ്. പരീക്ഷ നന്നായി എഴുതുവാനും +2-ന് നല്ല റിസൾട്ട് ലഭിക്കുന്നതിനും എനിക്ക് വേണ്ടി മരിയസ്ഥാന അമ്മയുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മക്കളെല്ലാം പൂർണ്ണമായ അമ്മയുടെ ഹൃദയത്തിലേക്ക് വിട്ടുകൊടുക്കാം. ഇതുവരെ നമ്മൾ അർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് വീണ്ടും അമ്മയുടെ ഹൃദയം പിടിക്കാവായ ദൈവത്തിലേക്ക് നമുക്ക് കൊടുക്കാം. എല്ലാ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രത്യേകിച്ച് ബലഹീനായ മക്കളെ തരം താഴ്ത്തിയും അവർക്ക് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന എല്ലാ മക്കളെയും പൂർണ്ണമായി സമർപ്പിക്കാം. സത്യവും നീതിയും ന്യായവും ലോകത്തിൽ നടപ്പാക്കുവാനും നിയമ വാഴ്ചയിൽ എല്ലാ നീതിയും ന്യായവും സത്യവുമായ കാര്യങ്ങൾ നടപ്പാക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാനും വേണ്ടിയും അവരെ പരിശുദ്ധാത്മാവാൽ നിറച്ച് പാപബോധവും പശ്ചാത്താപവും ഉളവാക്കി ആ മക്കളെ എല്ലാവരെയും പരിശുദ്ധാത്മാവാൽ നിറച്ച് ലോകത്തിൽ പ്രകാശമായ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി അനുവദിക്കണമേ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ അപേക്ഷകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയശക്തിയാൽ എല്ലാം വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് സമർപ്പിക്കാം.